എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് നവംബർ 12 ബുധനാഴ്ച. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി അതിൻ്റെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. US ഗവൺമെൻറ് ഷട്ട് ഡൗൺ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയും അതുപോലെ തന്നെ US ലേബർ മാർക്കറ്റ് കൂളാക്കുമെന്ന സൂചനകളും കാരണം വേൾഡ് മാർക്കറ്റുകൾ എല്ലാം തന്നെ വീണ്ടും റിസ്ക് എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്ന് വേണം കാണാനായിട്ട്. അത്തരത്തിലുള്ള മൂവ്മെൻ്റാണ് ഇപ്പോൾ വേൾഡ് മാർക്കറ്റുകളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മാർക്കറ്റുകളിലെ പോസിറ്റീവിനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് ഓട്ടോ, IT, ഫാർമ സെക്ടറുകളിൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഇന്ന് നേട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് പറയാം. CPI, WPI, ഇൻഫ്ലേഷൻ ലഘൂകരിക്കൽ, അതുപോലെ സെക്കൻഡ് ക്വാർട്ടറിലെ ഹെൽത്തി ഏണിംഗ് എക്സ്പെക്റ്റേഷൻ എന്നിവയുൾപ്പെടെയുള്ള സപ്പോർട്ടുകൾ, ഡൊമസ്റ്റിക് മാക്രോ അടിസ്ഥാന ഘടകങ്ങൾ എന്നിവയെല്ലാം തന്നെ മാർക്കറ്റിൻ്റെ പോസിറ്റീവ് മൊമെൻറ്റ്സിനെ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. നിഫ്റ്റി അതിൻ്റെ അപ് ട്രെൻഡ് തുടരുകയാണ്. ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇന്ന് കാണപ്പെട്ടത്. കൂടാതെ നിലവിലുള്ള അപ് ട്രെൻഡിനെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഇൻഡെക്സ് 21 EMAയ്ക്ക് മുകളിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്തേക്ക് സെൻസിറ്റീവായി തുടരാം. 26,000-ൽ എത്താൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ. ലോവർ സൈഡിലേക്ക് വരുമ്പോൾ 25,700 എന്നുള്ള സോണിലേക്ക് സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എത്തി നിൽക്കുന്നു. സെൻസെക്സ് 595 പോയിൻ്റ് പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 84,466. അതുപോലെ നിഫ്റ്റി 180 പോയിൻ്റ് പോസിറ്റീവിൽ 25,875. ബാങ്ക് നിഫ്റ്റിയാണ് അല്പം മന്ദഗതിയിലുള്ളത്, 136 പോയിൻ്റ് മാത്രമേ പോസിറ്റീവിലുള്ളൂ, 58,275. അദാനി എൻ്റർപ്രൈസസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ടെക് മഹീന്ദ്ര, TCS, HDF ലൈഫ് എന്നിവ ഇന്ന് നേട്ടങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ്, JSW സ്റ്റീൽ, ഭാരത് ഇലക്ട്രോൺ എന്നിവ ഇന്ന് റെഡിലും ക്ലോസ് ചെയ്യേണ്ടി വന്നു. ബ്രോഡർ ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവ ഏകദേശം 1% പോസിറ്റീവിലാണ്. സെക്ടറൽ വേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ആണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 2.04% വർദ്ധിച്ചത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓട്ടോയും ഫാമയും 1% മുതൽ 1.25% വരെ പോസിറ്റീവിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ എന്തായി എന്നുള്ളത് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 58,280 മുകളിലാണ് എൻട്രി പറഞ്ഞിരുന്നത്. നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം അല്പം താഴത്തേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോയ സമയത്ത് നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. അങ്ങനെ എൻട്രി എടുത്തിരുന്നെങ്കിൽ 180 പോയിൻറ്റിൻ്റെ റാലി ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയേക്കാളും ഇന്ന് നിഫ്റ്റിയിലാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടാവുക. നമുക്ക് നമ്മുടെ കറക്റ്റ് 25,785 എന്നുള്ള നമ്മുടെ റെസിസ്റ്റൻസ് സോണിന് മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. 25,822 നമ്മുടെ 25,785 പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും ആ ലെവൽ വന്ന് രണ്ടാമത് ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രിക്ക് സ്കോപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ 130 പോയിൻറ്റോളം റാലി നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 25,940 മുകളിൽ എൻട്രി മതിയാവും. 25,940 സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് 25,780. ഓക്കെ, 25,780 താഴെ വരികയാണെങ്കിൽ 25,700 നെക്സ്റ്റ് ഒരു സപ്പോർട്ടാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ലെവലായിട്ട് ഈ സോണിൽ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. 58,475. ഓക്കെ, റെസിസ്റ്റൻസായിട്ട് 58,475 ആവുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 58,180 ഈ രണ്ട് ലെവലുകൾ നാളെ ബാങ്ക് നിഫ്റ്റിയിലും വാച്ച് ചെയ്യാം. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.